അഷ്മി 64 ലക്ഷം പേരാണ് സാമൂഹ്യക്ഷേമ പെൻഷന്റെ പരിധിയിൽ വരുന്നത്. 64,000 പേർ കേരളത്തിൽ അതിദരിദ്രരായിട്ടുണ്ട്. ഈ 64 ലക്ഷം പേരെയും ഈ 64,000 പേരെയും ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റുണ്ട്. 900 കോടി രൂപയാണ് പ്രതിമാസം ചെലവാക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് 12,000 കോടി രൂപ അനാവശ്യമായി സാമൂഹ്യക്ഷേമ പെൻഷനിലൂടെ നിങ്ങൾ അനാവശ്യ ചെലവുകൾ വരുത്തുന്നു എന്നാണ്. പക്ഷെ ഈ അനാവശ്യ ചെലവല്ല ഇത്. കേരളത്തിന്റെ അതിദരിദ്രരും കേരളത്തെ ചേർത്തു പിടിക്കേണ്ടതായിട്ടുള്ള ഇത്തരം മനുഷ്യരെ ചേർത്തു പിടിക്കേണ്ടതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ചെലവാക്കുന്നതാണെന്നേ. അത് ഇനിയും ചെലവാക്കിക്കൊണ്ടേയിരിക്കും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും കേരളത്തിന്റെ ധനവകുപ്പും കേരളത്തിലെ ഗവൺമെന്റും ആ ഇച്ഛാശക്തിയോടുകൂടി തന്നെ ഏർപ്പെടും. മാത്രമല്ല, മസ്റ്ററിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട് കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളെ വീടുകളിൽ വന്ന് മസ്റ്ററിംഗ് രേഖപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സംസ്ഥാന ഗവൺമെന്റ് നോട്ടിഫിക്കേഷനിലൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ആ കാലതാമസം വന്ന സമയങ്ങളിൽ അവർക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ടാവില്ല. ആ പ്രശ്നം കൂടി പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുണ്ട്. അവർക്ക് പോയ കാലത്തെ നഷ്ടപ്പെട്ട മാസങ്ങളിലെ പെൻഷൻ ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. ഇത്തരം പരാതികൾ ഞാനും പലതും കേട്ടിട്ടുണ്ട്. അപ്പൊ ആ പരാതികൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അതിൽ ഒരു സംശയമില്ല, നഷ്ടപ്പെട്ട പെൻഷൻ ലഭിക്കും. എനിക്ക് ഇനിയും മെസ്സേജ് അയക്കുന്ന മനുഷ്യരുണ്ട് കേട്ടോ. എനിക്കിനിയും വാട്സാപ്പിലേക്ക് സമാനമായ മെസ്സേജ് മനുഷ്യരുണ്ട്. അപ്പോൾ പാവപ്പെട്ട മനുഷ്യർക്ക് നമ്മുടെ നമ്പറിലേക്ക് നേരിട്ട് മെസ്സേജ് അയക്കാൻ നമ്പർ അത്തരത്തിൽ സുലഭമാക്കിയ പോരാളി ഷാജിക്ക് നന്ദി. ശ്രീ PR ശിവശങ്കർ, ഇതിനു മുൻപ് സംസ്ഥാന സർക്കാർ പെൻഷൻ കമ്പനി രൂപീകരിച്ചതാണ് എന്ന് പറഞ്ഞാൽ ആ പെൻഷൻ കമ്പനി സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ കൂടിയും ഇത്തരത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് സർക്കാർ ഈടിൽ പണമെടുത്ത് സർക്കാരിന് പണമുള്ളപ്പോൾ തിരിച്ചടയ്ക്കാം. പക്ഷേ അപ്പോഴും ഈ പെൻഷൻ ഒരു ഘട്ടത്തിലും മുടങ്ങത്തില്ല. അതിനടക്കം കേന്ദ്രം അള്ളുവെച്ചു ശ്രീ PR ശിവശങ്കർ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരു കുറ്റവും ഇല്ലെന്ന് മാറി നിൽക്കാൻ കഴിയുമോ? ലക്ഷ്മി, രണ്ട് കാര്യം ഞാൻ പെൻഷൻ പദ്ധതിയിലേക്ക് കിടക്കാട്ടോ. ഇപ്പോൾ ഈ 3.5 കോടി ജനങ്ങളിൽ 50 ലക്ഷം പേര് പുറത്തും അതിൽ 64 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കണമെന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റു പല കാര്യങ്ങളും, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കേരളത്തെ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലാണ് കാര്യങ്ങളെന്ന് പറയുന്നത്, നേരത്തെ അതിദൂർത്ത് നടത്തുന്നതെല്ലാം തെറ്റാണെന്ന് പറയേണ്ടി വരും. അതിൽ തന്നെ വീണ്ടും പറയുന്നത് ഏതാണ്ട് 10 ലക്ഷത്തിന് താഴെയുള്ള ആളുകൾ അതിദരിദ്രരുമാണെന്ന്. അപ്പോൾ ഈ കണക്കുകൾ യോജിക്കുന്നുവെങ്കിൽ ഇവർ പറയുന്ന മറ്റു പല കാര്യങ്ങളും യോജിക്കുന്നില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. 1. 2, പെൻഷൻ കമ്പനി നിർത്തലാക്കി എന്നുള്ളത് പറയുന്നു. ഈ പെൻഷൻ കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഏതൊരു ഭരണകൂടത്തിൻ്റെയും പ്രാഥമികമായ കർത്തവ്യം അല്ലെങ്കിൽ ഉത്തരവാദിത്വം അവിടുത്തെ വാർദ്ധക്യകാല പെൻഷൻ നൽകുക എന്നുള്ളതാണ്. ആ പെൻഷൻ നൽകുവാനായിട്ടൊരു കമ്പനി തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിക്കൊണ്ട് അതിന് മറ്റൊരു കടബാധ്യതയുള്ള ഒരു കമ്പനിയെ അല്ലെങ്കിൽ മറ്റൊരു പ്രോപ്പർട്ടിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അത് ഭരണഘടനാപരമായി തെറ്റാണ്, ധാർമ്മികമായി തെറ്റാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ പേരിൽ കടം വാങ്ങിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ സംസ്ഥാന സർക്കാർ അതിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വത്തിൽ നിന്നും പോലും മാറുന്നു എന്ന് പറഞ്ഞാൽ ആ കമ്പനി സൃഷ്ടിക്കുക എന്നുള്ള നയത്തെ തന്നെ എതിർക്കണം. അതിനെ മറ്റൊരു കാരണം വേണ്ട അതിനെ എതിർക്കാൻ. 1. 2, ഇത്തരം കമ്പനികളുടെ പേരിലാണ് നാളെ പെൻഷൻ പദ്ധതികൾ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അത് ഭരണകൂടത്തിന് കമ്പനിയെ കുറ്റം പറയുവാനും കമ്പനി നടത്തത്തിന് ഒരു ഭരണകൂടത്തിന് അനുകൂലമായ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തെ സൃഷ്ടിക്കുവാനും കൂടുതൽ കടബാധ്യത അല്ലെങ്കിൽ ചിലവ് ഉയർത്തുവാനുള്ള സാധ്യതയാവും. 4, ഇത്തരത്തിൽ ആ കമ്പനികൾ കടം വാങ്ങിച്ചുവാലും തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പിന്നെ എന്തിനാണ് ഇവർ സെസ് വാങ്ങിക്കുന്നത്? ഇവർ എന്തിനാണ് ഈ പേര് പറഞ്ഞ് പെട്രോളിനും മറ്റുള്ള സെസ് വാങ്ങിക്കുന്നത്? അപ്പോൾ ഇത് ഭരണകരമായ ഒരു നിരുത്തരവാദിത്വത്തിന്റെ ഏറ്റവും പൂർണ്ണമായ ലക്ഷണമായിട്ട് ഈ കമ്പനി സൃഷ്ടിയെ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇതൊരു ഭരണകൂടത്തിന് നയമാണോ നയം തെറ്റാണോ എന്നതിനൊക്കെ അതിന് ലക്ഷ്യം എന്തായിരുന്നു? സർക്കാർ സാമ്പത്തികമായി വീക്കാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പെൻഷൻകാർക്ക് എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലെ ആദ്യ പ്രയോറിറ്റി കൊടുക്കേണ്ട ഏറ്റവും ദുർബല ജനതയാണ്, അവർക്ക് ആ പെൻഷൻ മുടങ്ങരുത് എന്നതായിരുന്നു ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം അടക്കം പെൻഷൻ കമ്പനിക്ക് ആവശ്യമായ പണം ലഭ്യമാക്കുകയും ചെയ്തതാണ് ശ്രീ PR ശിവശങ്കർ. എന്ന് പറഞ്ഞാൽ സർക്കാർ മുടന്തിയാലും ഈ നിരാശർ മുടന്തരുത് എന്ന ലക്ഷ്യമായിരുന്നില്ലേ അതിനെ പൊതുകടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി അതിന്റെ കൂമ്പടച്ചപ്പോൾ എന്ത് നേടി? എന്നാൽ നിങ്ങൾ കൊടുക്കേണ്ട തുക കൊടുക്കുന്നു അതുമില്ല.